കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഒരു ആൺകുട്ടിയുടെ സംശയമാണ്. ഞാനും എൻ്റെ സുഹൃത്തും ഒരുമിച്ച് ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ ഹോമോസെക്ഷൽ ആണെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാനാണ് ഉദ്ദേശ്യം. പലപ്പോഴും ഞങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഐഡൻറ്റിറ്റി ഇങ്ങനെയാണ്, അതനുസരിച്ച് മുന്നോട്ട് പോകൽ തെറ്റാണ് എന്നാണ് ഇപ്പോൾ കേട്ടത്. ഞങ്ങളുടെ ഐഡൻറ്റിറ്റി അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ പോകുന്നതിൽ എന്താണ് കുഴപ്പം എന്നാണ്. ഇതിൽ ഏറ്റവും ആദ്യത്തെ ഒരു വിഷയം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഹോമോസെക്ഷലാണ് അല്ലെങ്കിൽ ലെസ്ബിയനാണ്, ഇങ്ങനെ ഓരോ കാറ്റഗറൈസേഷൻ ഉണ്ടല്ലോ, അത് തന്നെ ഒരു പൂർണ്ണമായ ശരിയായ നിഗമനങ്ങളല്ല അത്. കാരണം ഈ പറയുന്ന ആളുകളിൽ ബഹുഭൂരിഭാഗം ആളുകളുടെയും അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് പൊതുവേ ഒരു 10, 14, 15, 16 വയസ്സാകുമ്പോഴേക്കിനും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും, ഈ സെക്ഷുവലായിട്ടുള്ള തോട്ട്സ് ആരംഭിക്കും. അതിന് പല പല കാരണങ്ങളുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളൊക്കെ അങ്ങനെയാണ്, അതിനുള്ള സാഹചര്യങ്ങൾ പലതുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായി എന്താ വെച്ചാൽ, ഈ സെക്സ് എന്നുള്ളത് ചെയ്യാൻ എന്ത് ചെയ്യും, പൊതുവെ ആളുകൾക്ക് ചില പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയോ, ഈ വൈകാരികമായ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി അവർ സ്വകാര്യവും സുരക്ഷിതവുമായ ചില മാർഗങ്ങളെ അവലംബിക്കും. അതിൽ ഏറ്റവും സുരക്ഷിതമായ മാർഗ്ഗമാണ് എന്ത്, മാസ്റ്റർബേഷൻ എന്നുള്ളത്. കാരണം അത് അവനവൻ ചെയ്യുന്നതാണ്, വേറൊരു വ്യക്തി അതിലെന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കണില്ല. അപ്പോൾ നമ്മുടെ ഒരു സ്വകാര്യം നമ്മൾ മാത്രമേ അറിയുള്ളൂ, വേറെ ആരും അറിയില്ല. അതുകൊണ്ട് ഈ സെക്ഷുവലായിട്ടുള്ള വൈകാരിക നിർവഹണത്തിന് വേണ്ടി ഭൂരിഭാഗം ആളുകളും ആശ്രയിക്കുന്നൊരു മാർഗം എന്താണ്, ഈ സ്വയംഭോഗം എന്ന് പറഞ്ഞ പരിപാടിയാണ്. അപ്പോൾ അതിലൂടെ മുന്നോട്ട് പോകുന്ന ഒരുത്തന്നെ എന്തില്ല, ഒരു വൈഫ് ആവശ്യം ഉണ്ടാവില്ല, ഒരു സ്ത്രീ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അവൻ പറയുകയാണ്, ഞാനൊരു സ്വയംഭോഗമാണ് എൻ്റെ ഒരു പ്രകൃതി എന്ന് അയാൾ വാദിച്ചാൽ അത് എത്രമാത്രം അപകടകരമായിരിക്കും. ശരി, നമുക്കറിയാം, വിവാഹം കഴിഞ്ഞിട്ടും ഭാര്യ ഉണ്ടായിട്ടും അത് മൈൻഡ് ചെയ്യാതെ ലാപ്ടോപ്പ് തുറന്നു വെച്ചിട്ട് അതിൽ നോക്കിയിട്ട് എന്ത് ചെയ്യും, വേണ്ടാത്ത ചിത്രങ്ങൾ കണ്ടിട്ട് അത് ആസ്വദിച്ച് സ്വയംഭോഗം ചെയ്യുന്ന എത്രയോ അഡിക്ഷൻസ് ആയ ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചികിത്സിക്കുന്നുണ്ട്, അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ വാദിക്കണം എന്താണ്, എൻ്റെ പ്രകൃതി. ഇതേപോലെ തന്നെ ഇത്തരം ആളുകൾക്ക് സുരക്ഷിതമായ മറ്റൊരു മാർഗ്ഗമാണെന്ത്, ഈ ഹോമോസെക്ഷലിറ്റി എന്ന് പറഞ്ഞാൽ. അതെന്താ അറിയോ, സാധാരണ ഒരു അന്യ സ്ത്രീയോടാകുമ്പോൾ അതിന് പല അപകടങ്ങളും ചില പ്രശ്നങ്ങളും ചില പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ പൊതുവേ കുറച്ചും കൂടി സുരക്ഷിതമാണെന്ത്, പ്രത്യേകിച്ച് ഇദ്ദേഹം പറഞ്ഞ മാതിരി ഒരു റൂമിൽ താമസിക്കുന്ന ആൾക്കാർ, അതേപോലെ ഒന്നിച്ച് കഴിയുന്ന ആളുകൾ, അവർക്ക് രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടെ ആകുമ്പോൾ പിന്നെ ആളുകളുടെ വിചാരം എന്താ വെച്ചാൽ, ഇത് സ്ത്രീ പുരുഷ ബന്ധത്തെക്കാളും എന്താണ്, തെറ്റ് കുറഞ്ഞതാണ്, അപകടം കുറഞ്ഞതാണ് എന്നൊക്കെയാണ്. ഏറ്റവും അധികം മാരകമായ രോഗങ്ങൾ, ഇത്തരം ലൈംഗിക രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന കാരണം തന്നെ എന്താണ്, ഹോമോസെക്ഷാലിറ്റിയാണ്. അപ്പോൾ മറ്റതിനേക്കാളും എന്താണ്, ഏറ്റവും അപകടകരമാണ്. അതിലുപരി ഇസ്ലാമികമായി തന്നെ ചിന്തിച്ചാൽ എന്ത് ചെയ്യണം, ഇത് ചെയ്യുന്ന ആളുകളെ ഫായിലിനെയും മഫൂലിനെയും എന്ത് ചെയ്യണം, കൊന്നു കളയണം എന്നാണ്. അത്രയും മാരകമായ ശിക്ഷയാണ് ഇസ്ലാമിൻ്റെ ഹദ്ദുകൾ നമ്മൾ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു തെറ്റ് ഇതിൽ ശീലമായ ഒരാൾ വർഷങ്ങളോളം ഇതിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഇതേ താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അയാൾ എന്നിട്ട് വാദിക്കുകയാണെന്ത്, അയാൾക്ക് ശീലമായ ഒരു ദുഷ്പ്രവൃത്തി, ഒരു ദുശ്ശീലത്തെ അയാളുടെ ഹാബിറ്റായിട്ട് മാറുമ്പോൾ എൻ്റെ പ്രകൃതി ഇതാണെന്ന് വാദിക്കുക, ഞാൻ ഗേ ആണെന്ന് വാദിക്കുക, ഞാൻ ഹോമോസെക്ഷാലിറ്റി ആണെന്ന് വാദിക്കുക. ഇനി ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ ഇതെങ്ങനെ ശരിയാവും? അങ്ങനെയാണ് ഞാൻ എന്ന് വാദിക്കുന്നതോടുകൂടെ എനിക്കിത് ഹലാലാണെന്നാണ് അവർ പറയണത്. അതെങ്ങനെ ശരിയാവും? ഖുർആൻ വ്യക്തമായി പറഞ്ഞു എന്തും. ഇപ്പോൾ നമ്മൾ സ്വയംഭോഗം വരെ തെറ്റാണെന്ന് പറയാൻ നമ്മൾ പിന്നെ പറയുന്ന ആയത്ത് ഏതാണ്, വല്ലദീന ഹുലി ഫുറൂജിയും ഹാഫിദു എന്നാണ്. ഇല്ലാ അലാ അസ്വാജിഹിം, വൈകാരിക നിർവഹണം ഇണകളോട് മാത്രമേ പറ്റുള്ളൂ. ഇവർ ഭാര്യ ഭർത്താക്കന്മാരാണോ? ഇസ്ലാമികമായി ഒരാണിന് ഒരാണിനെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഒരു പെണ്ണിന് പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അപ്പോൾ എങ്ങനെയാണത് ഹലാലാവുന്നത്, എങ്ങനെയാണ് ശരിയാവുന്നത്? അപ്പോൾ ഈ വാദം തന്നെ എന്താണ്, അടിസ്ഥാനപരമായി തെറ്റാണ്. അപ്പോൾ പൊതുവേ ഓപ്പോസിറ്റ് സെക്സിനെ, സ്ത്രീകളെ സ്വീകരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും, അതാണ് അയാളെ പ്രകൃതി എന്ന് പറയും. അതാണ് ശരിക്കും പ്രകൃതി. മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് കണ്ടാൽ നമുക്കറിയാൻ പറ്റും, ഇതിനു വേണ്ടി അള്ളാഹു ആണിന് പെണ്ണിനെയും പെണ്ണിന് ആണിനെയും എന്ത് ചെയ്തു, സൃഷ്ടിച്ചു എന്നുള്ളത് വ്യക്തമായി നമുക്കൊരൊറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവണ ഖുർആൻ വ്യക്തമായി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അതിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ ഇത്തരം വൈകല്യങ്ങൾക്ക് അടിമയാകുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, പ്രകൃതിപരമായ യഥാർത്ഥമായ സെക്സിൻ്റെ ജീവിതം സാധ്യമാകാതെ വരും, വിവാഹം സാധ്യമാകാതെ വരും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ദുശ്ശീലങ്ങളെ ഒരു അഡിക്ഷനായി കണ്ട്, ഒരു തിന്മയായി കണ്ട്, മഹാപാപമായി കണ്ട്
തൗബ ചെയ്ത് പിൻവാങ്ങി തിരിച്ചു വരിക എന്നുള്ളത് മാത്രമേ പരിഹാരമുള്ളൂ. ഒരിക്കലും ഇതിലൂടെ മുന്നോട്ട് പോകാൻ ഒരു ന്യായവും അവർക്കില്ല എന്ന് നമ്മൾ പറയും. ഈ ബൈസെക്ഷൽ എന്ന് പറയും, അതെങ്ങനെ ഉണ്ടാവുക? അപ്പോൾ അവർ എന്താ വെച്ചാൽ ഇത് രണ്ടും ശീലമുള്ള ആളുകളെക്കുറിച്ച് അത് പറയും, രണ്ടും സ്ത്രീയെയും പുരുഷനെയും ഒന്നിച്ചുപയോഗിക്കുന്ന ആളുകളെക്കുറിച്ച് അങ്ങനെ പറയും. അപ്പോൾ ഇതൊക്കെ എന്താ അറിയുമോ, അവനവൻ്റെ സൗകര്യത്തിനും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് കൊണ്ട് വരുന്ന ഈ ലൈംഗികമായ രംഗത്തെ ദുശ്ശീലങ്ങൾക്ക് ഓരോ പേരിട്ട് വിളിക്കുക. ആ പേരിടുന്നതോടുകൂടെ എന്ത് ചെയ്യും, ഞാൻ അങ്ങനത്തെ ആളാണ്, അതുകൊണ്ട് എനിക്കിതേ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നത് തെറ്റല്ല എന്ന ഒരു നിഗമനത്തിലേക്ക് ഇവരെ പോലെ എത്തണം. പിന്നെ ഒരു ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാടിലേക്ക് വരുമ്പോഴാണ് ഇത് തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അദ്ദേഹം എത്രയും പെട്ടെന്ന് പിൻവാങ്ങുക. ഇത് ഗുരുതരമായ തെറ്റാണ്, പച്ച വ്യഭിചാരമാണ്, ഇസ്ലാം വിരോധിച്ച കാര്യമാണ്, ഗുരുതരമായ തെറ്റാണ്, മാരകമായ രോഗങ്ങൾ ഉണ്ടാകുന്ന സംഗതിയാണ്, ഒരു നല്ല വൈവാഹിക ജീവിതത്തിന് ഏറ്റവും വലിയ തടസ്സമായി വരുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് തൗബ ചെയ്ത് പിൻവാങ്ങുക. ഈ ഇതിൽ പെടുന്ന ആളുകൾ അല്ലെങ്കിൽ അത് പിന്നെ സംഭവിക്കുന്ന ആളുകൾ അവർ പറയണത് ഞങ്ങളുടെ ഐഡൻറ്റിറ്റി അങ്ങനെയാണ്, പിന്നെന്താ ചെയ്യുക? അപ്പോൾ ആളുകൾ അവരെക്കുറിച്ച് സംസാരിക്കേണ്ടത് അവരുടെ ഐഡൻറ്റിറ്റി അങ്ങനെയാണെങ്കിൽ അവരങ്ങനെ പോയിക്കോട്ടെ എന്ന് പറയണമെന്നാണ് അവർ വിചാരിക്കുന്നത്. സമൂഹത്തിൽ ഇതിന് പ്രൊമോട്ട് ചെയ്യുന്ന LGBT പൊളിറ്റിക്സിൻ്റെ ആളുകൾ സംസാരിക്കുന്നതും യഥാർത്ഥത്തിൽ അതേ ആശയമാണ്. എന്നാൽ അവരോട് തിരിച്ചു ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം, അയാളുടെ ഐഡൻറ്റിറ്റി അംഗീകരിക്കണം. ഒരു ലെസ്ബിയൻ്റെ ഐഡൻറ്റിറ്റി അംഗീകരിക്കുക, ഗേയുടെ ഐഡൻറ്റിറ്റി അംഗീകരിക്കുക, ബൈസെക്ഷലിൻ്റെത് അംഗീകരിക്കുക. അതുമാത്രമല്ലല്ലോ ജെൻഡറിലെ ഐഡൻറ്റിറ്റികൾ, പട്ടിയായും പൂച്ചയായും കടുവയായും കുരങ്ങായും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന. അവസാനം ഇപ്പം അടുത്തൊരു വാർത്ത വായിച്ചത്, ഒരാൾ പിന്നെ അയാൾക്ക് അഭിനിവേശമുള്ളത് കാറിനോടാണ്, മറ്റൊരാൾക്ക് താല്പര്യമുള്ളത് പുല്ലിനോടാണ്. അതിനെയൊക്കെ അംഗീകരിച്ചു കൊടുക്കണം. ഇനി ചെറിയ കുട്ടികളോട് പീഡോഫീലിയ, അത് ഈ ജെൻഡർ വൈവിധ്യങ്ങളിൽപ്പെട്ട ഒന്നാണ്. ഈ ചെറിയ കുട്ടികളോട് താല്പര്യം തോന്നുക, മൃതദേഹങ്ങളോട് മൃഗങ്ങളോട് ഒക്കെ താല്പര്യം തോന്നുന്ന ആളുകളെയും അതും അംഗീകരിച്ചു കൊടുക്കുമോ എന്നൊരു ചോദ്യം. അതന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞതിൻ്റെ തെളിവ്. ലൈംഗികമായ നിർവഹണത്തിന് വേണ്ടി ആളുകൾ കണ്ടെത്തുന്ന പല പല മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾക്കൊക്കെ നമ്മൾ ഓരോ ആൽഫബറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്തുണ്ടാവും, ഇത് എവിടെയും അവസാനിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മറ്റു ചോദ്യങ്ങൾ, നേരത്തെ മൊലി പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ വന്ന ഒരു ചോദ്യമുണ്ട്. ഈ ചുറ്റുപാടിൽ വ്യഭിചാരത്തിലേക്ക് മനസ്സ് പോകാതിരിക്കാൻ ആകെ ഒരാശ്രയം സ്വയംഭോഗമാണ്. എത്ര നിർത്താൻ ശ്രമിച്ചാലും ഒരാഴ്ചയിലധികം പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത് ഒഴിവാക്കണമെന്നും തെറ്റാണെന്നും മനസ്സിലാക്കുന്ന ഒരാളുടെ ചോദ്യമാണ്. അയാൾക്ക് സാധിക്കുന്നില്ല എന്നുള്ള പ്രശ്നമാണ് പറയുന്നത്. അത് സാധാരണഗതിയിൽ എന്താ വെച്ചാൽ ഏതൊരു തെറ്റ് നമ്മൾ ചെയ്യുമ്പോഴും മനുഷ്യനെ തെറ്റ് ചെയ്യാൻ ഒരിക്കലും അനുവദിക്കാത്തതാണ് അവൻ്റെ നന്മയുടെ മനസ്സ്. അതുകൊണ്ട് നമുക്കത് ചെയ്യണമെങ്കിൽ എന്തു വേണം, ഒരു ന്യായം മനസ്സ് ഉണ്ടാക്കണം. അതാണ് പിശാചി തരുന്നൊരു ന്യായം. ആ ന്യായത്തിൻ്റെ ശക്തിയിലാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരാളെ കൊല്ലുക എന്നുള്ളത് ആലോചിക്കാൻ പറ്റുമോ? ഇപ്പം ഒരാൾ കഴുത്തറുത്ത് കൊന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നമ്മൾ പത്രത്തിൽ കണ്ടു. പിന്നെ നമ്മളിങ്ങനെ ചിന്തിക്കണം, ഒരു കത്തി എടുത്തിട്ട് ഭയങ്കര മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാണ്, വാതിലൊക്കെ അടച്ച് ആരും വരാത്ത രൂപത്തിൽ ഒരാളെ കൊല്ലും. അപ്പോൾ എങ്ങനെയാണ് അയാൾക്ക് സാധിക്കുന്നത്? അപ്പോൾ അതിനൊരു പ്രതികാരം അല്ലെങ്കിൽ എന്താണ് ഒരു അങ്ങനത്തെ എന്തെങ്കിലും ഒരു വികാരം, അയാൾ അല്ലെങ്കിൽ എൻ്റെ ശത്രുവാണ്, അല്ലെങ്കിൽ അയാളെ നശിപ്പിക്കൽ എൻ്റെ ബാധ്യതയാണ്, ഇങ്ങനെ എന്തെങ്കിലും ഒരു ന്യായം മനസ്സിൽ വെച്ചിട്ടാണ് ഇതൊക്കെ എന്തിനു. അതേപോലെ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾക്കും എന്തുണ്ടാവും, ഒരു ന്യായം ഉണ്ടാവും. അപ്പോൾ ഒരാൾ മാസ്റ്റർബേഷൻ ചെയ്യുന്നത് തെറ്റാന്ന് അയാൾക്കറിയും. അപ്പോൾ ഒരു ന്യായമാണ് എനിക്ക് കുറച്ച് വൈകാരികത കൂടുതലാണ്, അതുകൊണ്ട് ഞാനൊരു വ്യഭിചാരത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ശരി എന്താ അറിയോ, അയാളൊരു മാസ്റ്റർബേഷൻ ശീലിച്ചു, അതൊരു ദുശ്ശീലമായി അയാൾക്ക് വന്നു, അത് നിർത്താൻ കഴിയാതെ അയാൾ തുടർന്നു. അതിൽ ഈ നമ്മുടെ ഈ സുഹൃത്തിൻ്റെ ചോദ്യത്തിൽ തന്നെ കാണാൻ പറ്റും, എനിക്കത് നിർത്താൻ പറ്റില്ല. അപ്പോൾ ഈ നിർത്താൻ പറ്റാത്തതിന് അദ്ദേഹം കാണുന്ന ന്യായം എന്താണ്, എനിക്ക് വിവാഹിതനല്ലാത്തത് കൊണ്ട് വൈകാരികതകൾ നിർവഹിക്കാൻ, ഒരു വ്യഭിചാരത്തിലേക്ക് പോവാതിരിക്കാൻ സുരക്ഷിതമായ വഴി നിലനിൽക്കാൻ അല്ല, മറിച്ച് അദ്ദേഹം അതെന്ത് ചെയ്തു, തെറ്റാണെന്നറിയാതെ അത് ശീലിച്ചപ്പോൾ അയാൾക്കത് എന്ത് ചെയ്യാൻ കഴിയില്ല, നിർത്താൻ കഴിയില്ല. ഇത് നിർത്തിയേ പറ്റൂ. കാരണം ഇത് അദ്ദേഹത്തിന് നിർത്താതെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഏതൊരു വിവാഹിതനെ സംബന്ധിച്ചിടത്തോളവും വിവാഹം കഴിക്കുമ്പോൾ ആ വിവാഹിതയാകുന്ന അയാളുടെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആ ഭാര്യ ചിന്തിക്കുന്നത് എന്താണ്, ഇദ്ദേഹത്തിൻ്റെ ലൈംഗികമായ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ വിഷയങ്ങളും എന്നിൽ പരിമിതമാണെന്നാണ് ചിന്തിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു വഴിയും അവർക്ക് ഉൾക്കൊള്ളാനേ പറ്റില്ല. ഈവൻ അവർ രണ്ടുപേരും യാത്ര ചെയ്യുമ്പോൾ അയാൾ മറ്റൊരു പെണ്ണിനെ
ഒരശ്രദ്ധമായി നോക്കിയാൽ പോലും അത് ഉൾക്കൊള്ളാൻ ആർക്ക് പറ്റില്ല, കൂടുതൽ വൈഫിന് പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മാസ്റ്റർബേഷനൊക്കെ അഡിക്റ്റായ ഒരാൾക്ക് ഒരു വിവാഹം കഴിച്ച് മുന്നോട്ട് പോകാൻ പറ്റും? കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അപ്പോൾ അയാൾക്ക് നിർത്തേണ്ടി വരും. അപ്പോൾ ഇനിയും 10 കൊല്ലം കഴിഞ്ഞ് നിർത്തുക അറിയുമ്പോൾ ഇതിനേക്കാളും അഡിക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഏറ്റവും സുരക്ഷിതം എന്താണെന്ന് വെച്ചാൽ നിർത്താനൊരു പ്രശ്നമില്ല. കാരണം നിർത്തുക എന്നുള്ളത് പ്രയാസമാണ് എന്ന് പറയുന്നതോട് നമ്മൾ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ എങ്ങനെയാണോ തുടങ്ങിയത് ആ തുടങ്ങിയതിലൂടെ നിങ്ങളതിൻ്റെ ശീലത്തിലേക്ക് എത്തി. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് ബ്രേക്ക് ചെയ്യുന്നതോടുകൂടെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ അഡിക്ഷൻ കുറഞ്ഞ് വരും. അതങ്ങനെയാണ് എൻ്റെ കാര്യം. ഇപ്പോൾ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർ അവർ നിർത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും വെറുപ്പുള്ള സാധനം ചിലപ്പോൾ എന്തായിരിക്കും, സിഗരറ്റ് ആയിരിക്കും. അതാണ് അതിൻ്റെ മനുഷ്യൻ്റെ ഒരു പ്രകൃതിയാണ്. ഈ ശീലം എന്ന് പറയുന്നത് വെറും മദ്യത്തിനോ അല്ലെങ്കിൽ ഈ സെക്സിനോ മാത്രമൊന്നുമല്ല. ഇപ്പോൾ നിങ്ങൾ ചായ കുടിക്കുകയാണെങ്കിൽ നിങ്ങൾ ചായക്കൊരു അഡിക്റ്റ് ആയിരിക്കും എല്ലാ സമയത്തും. നിങ്ങൾക്ക് എപ്പോഴും ഒരു ദാഹിക്കുമ്പോൾ പോലും ഒരു ചായയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. എന്നാൽ മ്യൂസിക് കേൾക്കുന്ന മ്യൂസിക്കിനാണ് അഡിക്റ്റ്. നമ്മൾ ഒരു മുഷിപ്പുള്ള സമയത്ത് അതിന് പരിഹാരമായി കാണുന്ന കാര്യം എന്താണോ, നമ്മളെ സന്തോഷത്തിന് വേണ്ടി കാണുന്ന കാര്യം എന്താണോ അതിനായിരിക്കും. ചിലർക്ക് ടൂറേക്കാരം, എന്നും ടൂറ്, അവനതിനാണ് അഡിക്റ്റ്. ചില ഭക്ഷണത്തിനായിരിക്കും, ചില ഫുഡ് ഇങ്ങനെ മാറി മാറി കഴിക്കുക. അപ്പോൾ ഇത്തരം ശീലങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ എന്താ പരിഹാരം? അത് നമ്മൾ കൺട്രോൾ ചെയ്യുക. അങ്ങനെ കുറച്ച് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും, അത് പറ്റെ കുറയും. ഒരു 5-6 മാസമൊക്കെ കഴിയുമ്പോഴേക്കിന് ചിലപ്പോൾ ഏറ്റവും വെറുക്കപ്പെട്ട വസ്തുവായിട്ട് എന്ത് ചെയ്യും, അത് മാറുന്ന സ്ഥിതിവിശേഷം വരും. ഇതിൻ്റെ കൂടെ നിർത്താൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ പരിഹാരമാണ്, എനിക്ക് ടെൻഷൻ പോകാനാണ് ഇത് ചെയ്യുന്നത്, പൊതു നിർത്താൻ എനിക്ക് ടെൻഷൻ വരും എന്നൊക്കെ വിചാരിച്ചാൽ ഒരു തിന്മയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്ത് കിടക്കാൻ പറ്റില്ല. ഈ അവിവാഹിതരായ ആളുകൾ യഥാർത്ഥ വിവാഹത്തിലൂടെയുള്ള ആ ഒരു ആസ്വാദനത്തിനപ്പുറത്ത് അതിൻ്റെ മുന്നോടിയായി ലഭിക്കുന്ന ചെറിയ ആസ്വാദനങ്ങൾ അത് സ്വീകരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് മൗലവി തന്നെ മുമ്പ് ഒരു ഉദാഹരണം പറഞ്ഞത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഓർമ്മപ്പെടുത്തിയാൽ അത് അവിവാഹിതർക്ക് വലിയൊരു വെളിച്ചം കിട്ടുന്നതാണ്. നമ്മളൊരു നീണ്ട ക്യൂവിൽ നിൽക്കുകയാണ്. ആ ക്യൂവിൻ്റെ അറ്റത്ത് ബിരിയാണി വിതരണം ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ നിന്ന് നടന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണി കിട്ടും. എന്നാൽ നമ്മുടെ ക്യൂവിൻ്റെ മറുവശത്ത് ഇരുവശങ്ങളിലുമായി ഉണക്കമീനും ചോറുണ്ട്. ഉണക്കമീനും ചോറും നമ്മൾ തിന്നാൽ പിന്നെ നമുക്ക് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി കഴിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ ആസ്വാദ്യകരമായ ഒരു ബിരിയാണി മുന്നിലുണ്ടാകുമ്പോൾ ഈ ഉണക്കമീനിലും ചോറിലും പരിമിതപ്പെടാതിരിക്കുക എന്ന ഒരു നല്ലൊരു ഉദാഹരണം ഈ സമയത്ത് നമുക്ക് വീണ്ടും അതുപോലെ കറക്റ്റ്. എന്താ വെച്ചാൽ അത് നമ്മൾ ഈ അവിഹിതങ്ങളിലേക്ക് പോകുമ്പോൾ വിഹിതങ്ങൾ നമുക്ക് ശരിയായി ആസ്വദിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ വിവാഹം കഴിച്ചിട്ട് ഈ സെക്സിലൊന്നും വിജയിക്കാത്ത ആളുകൾ, മിക്കവാറും ആളുകളൊക്കെ വിവാഹത്തിന് മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള അവിഹിതങ്ങളായ പ്രകൃതി വിരുദ്ധമായ വഴികൾ സ്വീകരിച്ച ആൾക്കാരാണ്. അവർക്ക് ചിലപ്പോൾ അത് പിന്നെ കറക്റ്റ് ചെയ്യാൻ തന്നെ നല്ല ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. എന്നാലേ അതിൻ്റെ നോർമൽ അവസ്ഥയിലേക്ക് അവർ തിരിച്ചു വരുള്ളൂ. അത്രമാത്രം അപകടകരമാണെന്ത് ഈ വിവാഹത്തിന് മുമ്പുള്ള ഇത്തരം സെക്ഷൽ ഹാബിറ്റുകൾ എന്ന് പറഞ്ഞാൽ അത്രയും ഡേഞ്ചറാണ് ഭാവിയിൽ. അപ്പോൾ നമ്മുടെ നല്ലൊരു വിവാഹ ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയാൻ ഈ ഓരോ സംഗതികളും കാരണമാകുമെന്ന് മനസ്സിലാകുമ്പോൾ അല്പം ബുദ്ധിയുള്ളവനൊക്കെ എന്ത് ചെയ്യും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സഹിച്ച് പോയിട്ട് ഒരു നല്ല ജീവിതം മരണം വരെ ആസ്വദിക്കാമെന്നുള്ളതാണ് ബുദ്ധിയുള്ള ആൾക്കാർ ചിന്തിക്കുക. എല്ലാ സഹോദരങ്ങൾക്കും ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.